നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസും സിനിമാ താരങ്ങളും തമ്മിൽ എന്ത് ബന്ധം? അനസിന്റെ ഗൾഫിലെ പുതിയ ബിസിനസ് സംരംഭത്തിന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതോടെ പല സിനിമാ താരങ്ങളും വെട്ടിലായിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ വിശദീകരണവുമായി നടൻ വിനയ് ഫോർട്ട് രംഗത്തെത്തി. പെരുമ്പാവൂർ അനസിനെ അറിയില്ലെന്നും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ജാഗ്രത കുറവായി ഉണ്ടായി എന്നുമാണ് നടൻ വിനയ് ഫോർട്ടിന്റെ വിശദീകരണം. എനിക്കൊരു ബന്ധമില്ല. ഞാൻ ഈ മറ്റേ ദുബായിലുള്ള ടൈമിന് ഈ പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്നൊന്ന് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര്, പിന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ. എന്നിപ്പോ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴേ അറിയുന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ. എനിക്ക് പറയുന്ന വ്യക്തിനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ചുകൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. എനിക്ക് അറിയാനേ പാടില്ല. എന്നോട് പറഞ്ഞ ലീഗൽ ഫേം, അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളുള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ ആ ഫേം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു അഷുറൻസില്ല ഞാൻ പോയത്. ലീഗൽ ഫേമിന് സ്പെസിഫിക്കലി ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ അതായത് മറ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരു ഫേമാണ്. അവിടെ ഇത്ര ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന വേറെ ഇപ്പൊ നമുക്ക് അടുത്ത് പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു പോയതാണ്. പിന്നെ അതിന്റെ ഞാൻ ഇതിന്റെ വേറെ വോട്ട്സ് അന്വേഷിച്ചില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിനെ എനിക്ക് നേരിട്ട് അറിയാനേ പാടില്ല. ആരുടെ സ്ഥാപനം അന്വേഷിച്ചില്ല അല്ലെ? ഇല്ലില്ല. എന്നോട് ഒരു ലീഗൽ ഫേമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അത് മാത്രമല്ല ഈ നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ അവരൊക്കെ ഉണ്ട് താനും അവിടെ. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പണി കിട്ടിയപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ ആളുകൾ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു ഇത് ലീഗൽ ഫേം ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരർത്ഥത്തിൽ മലയാളികളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഇപ്പൊ പല ആളുകളും അവിടെ പാസ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ, അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക, എന്ത് ഭയങ്കര റീസണബിൾ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പൊ അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അല്ല, ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണം വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. ഒരിക്കലും ഇല്ല. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെറർ സ്ക്വാഡ് ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ATS ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ATSന്റെ നടപടി. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ATSന്റെ ലക്ഷ്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് രണ്ട് പുതിയ ഡെവലപ്മെന്റാണ് ഈ കേസിൽ ഇന്നുണ്ടായത്. ഒന്ന്, ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെറർ സ്ക്വാഡ് ATS ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം നടൻ വിനയ് ഫോർട്ടിന്റെ ഒരു വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂർ അനസിന്റെ ദുബായിലെ പുതിയൊരു ബിസിനസ് സംരംഭം നാസ്കോ ലീഗൽ എന്ന ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പല സിനിമാ താരങ്ങളും പങ്കെടുത്തിരുന്നു. അനസും സിനിമാ താരങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന ചില ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് നടൻ വിനയ് ഫോർട്ട്. പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാമോ വിനയ് ഫോർട്ടിന്റെ ആ വിശദീകരണത്തെ? ടോം സൂചിപ്പിച്ചതുപോലെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് വിനയ് ഫോർട്ട് നമ്മളോട് ഷെയർ ചെയ്തതനുസരിച്ചിട്ട് വിനയ് ഫോർട്ടിനെ ഇതിൽ വിശ്വാസത്തിലെടുക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വിനയ് ഫോർട്ട് അവിടെ പോയത് ഒരു സിനിമാ താരം എന്ന നിലയിലാണ്. അത്തരത്തിൽ ആ പ്രൊഫൈലുള്ള കുറേ ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തെ പ്രമുഖരായാലും സിനിമാ രംഗത്തെ പ്രമുഖരായാലും കലാരംഗത്തെ പ്രമുഖരായാലും അത്തരത്തിലുള്ള ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ അനസ് പുറത്തുവിട്ട അവരുടെ ബിസിനസ് സംരംഭത്തിൻ്റെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ്. റീൽസിലൂടെയും മറ്റു വീഡിയോകളിലൂടെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനയ് ഫോർട്ടിനെ ഈ കാര്യത്തിൽ വിശ്വസിക്കാമെന്നാണ് മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ ഒരു തോന്നലാണുള്ളത്. അതേപോലെ നടി ശ്വേതാ മേനോൻ ഈ കാര്യത്തിൽ അവർ നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഒരു കുടുംബ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചിട്ട് അവരും ഇക്കാര്യത്തിലേക്ക് ഇതെന്ത് തരത്തിലുള്ള ആരുടേതാണ് അല്ലെങ്കിൽ അനസിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും
ഇവർക്കറിയത്തില്ല. ഇതൊരു ലീഗൽ ഫേം മാത്രമാണ്. ഇത് പ്രവാസികളെ അവരുടെ നിയമ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിയമകാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രവാസികളെ സഹായിക്കുന്ന ഒരു ലീഗൽ ഫേം ആണെന്ന് മാത്രമേ ഈ നടൻ വിനയ് ഫോർട്ടിന് അറിയാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അത് മാത്രമാണ് എന്നും അക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണമായിരുന്നു. അത് എന്തായിരുന്നു, അല്ലെങ്കിൽ ആരുടെ സംരംഭമാണ്, അതിന് പിന്നിൽ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണമായിരുന്നുവെന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് തോന്നിയിരുന്നു എന്നാണ് വിനയ് ഫോർട്ട് നമ്മളോട് പറഞ്ഞത്. അതേപോലെ ശ്വേതാ മേനോന്റെ കുടുംബ സുഹൃത്തും അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ശ്വേതാ മേനോനെ അറിയത്തില്ല, ഇതെന്താണ്, ഇത് ആരുടെ സംരംഭമാണ് എന്ന് അറിഞ്ഞുകൂടാ എന്നൊരു തരത്തിലുള്ള ഒരു കമന്റാണ് അവരുടെ ഭാഗത്തുനിന്നും, എന്നിട്ട് വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്നും വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഇവരുടെ വിശദീകരണം മുഖവിലേക്ക് എടുക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. പക്ഷെ അവിടെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ശ്വേതാ മേനോൻ, അതോടൊപ്പം മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ളവർക്ക് ഈ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിന്റെ പശ്ചാത്തലം അറിയില്ലായിരിക്കാം. പക്ഷെ അവിടെയാണ് ഷിയാസ് കരീമിന്റെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും അയൽവാസികളാണ്, വർഷങ്ങളുടെ ബന്ധമുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ വിശദീകരണത്തില്, അഭിമുഖത്തില് ഷിയാസ് കരീം പറയുന്നത് തനിക്ക് പെരുമ്പാവൂർ അനസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. പക്ഷേ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്നും മറ്റ് പല ഇടപാടുകളും നടക്കുന്നുണ്ടെന്നും ഔറംഗസേബ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ ആജ്ഞ? ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നിലവിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ ആന്റി ടെറർ സ്ക്വാഡ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഷിയാസ് കരീമിന്റെ ബന്ധം, ഷിയാസ് കരീമിന്റെ മറ്റു ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അതെട്ടോ, ഷിയാസ് കരീമിനെ പറ്റി പറയുമ്പോൾ ഷിയാസ് കരീം അത്ര ഒരു ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു ലീഡിങ് ആക്ടർ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ള ആളൊന്നുമല്ല. പക്ഷെ സിനിമയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അയാൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചില കേസുകൾ അയാളുടെ നേരെയുണ്ട്. നമുക്കും അറിയാം, നേരത്തെ ഒരു പീഡന കേസ് ഷിയാസ് കരീമിന്റെ പേരിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഈ വീഡിയോയിൽ ഷിയാസ് കരീം അനസുമായി വളരെ അടുത്ത് ഇടപഴകുന്നു, അവരുടെ അയൽക്കാരാണ്, ഇങ്ങനത്തെയുള്ള ഇൻഫർമേഷൻ നമുക്കും കിട്ടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷിയാസ് കരീം പറയുന്നത് പച്ച നുണയാണ്, അല്ലെങ്കിൽ കള്ളം മാത്രമാണ് എന്ന തരത്തിലേക്ക് നമുക്കതിനെ കണക്കാക്കേണ്ടി വരും. കാരണം ഷിയാസ് കരീം ഈ ഒരു കേസിൽ, അല്ലെങ്കിൽ ഗുണ്ടാതലവൻ അനസുമായി, പെരുമ്പാവൂർ അനസുമായി ഷിയാസ് കരീമിനുള്ള ബന്ധം എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് കൂടി ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വിരൽ ചൂണ്ടുന്നുണ്ട്. അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു വെളിപ്പെടുത്തൽ കൂടി ഔറംഗസേബ് ന്യൂസ് 18 നൽകിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഷിയാസ് കരീമിന്റെ ഇതിലെ ബന്ധവും, അതേസമയം വിനയ് ഫോർട്ടും മാളവിക മേനോനും ശ്വേതാ മേനോനും ആ ചടങ്ങിൽ പങ്കെടുത്തതും തമ്മിൽ എൻ്റയർലി ഡിഫറെൻറ്റ് സാഹചര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ. തീർച്ചയായും, കാരണം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ അത് വ്യത്യസ്തമായ സാഹചര്യമാണ്. വിനയ് ഫോർട്ട് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടാണ് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. പല പ്രമുഖരും ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. അതായത് സിനിമാ രംഗത്തുള്ളവർ മാത്രമല്ല, ദുബായിലെ പ്രവാസി വ്യവസായികൾ, മലയാളികളായിട്ടുള്ള പ്രവാസി വ്യവസായികൾ, മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പലരും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ളവരാണോ, അതോ ഇതേ രീതിയിൽ ഈ സിനിമാ താരങ്ങളെ ക്ഷണിച്ചതുപോലെ ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പങ്കെടുത്താണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഔറംഗസേബിനെ, ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെറർ സ്ക്വാഡ് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ആജ്ഞ ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഔറംഗസേബിൽ നിന്നും ATS ചോദിച്ചറിയുക? പെരുമ്പാവൂർ അനസുമായുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാനാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഔറംഗസേബ് നമ്മളോട് പ്രതികരിച്ചത്. അതേസമയം നമ്മൾ അവിടെ ചെല്ലുകയും ഔറംഗസേബിനെ ചോദ്യം ചെയ്യലിന് എത്തിക്കുന്നത് വിവരം അറിഞ്ഞാൽ നമ്മൾ ATSന്റെ ഓഫീസിൽ ചെല്ലുകയും ATS
ഓഫീസിനകത്ത് ചെല്ലുമ്പോൾ അവർ ന്യൂസ് 18 വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസ് 18ന്റെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഏതൊക്കെ തരത്തിലെത്തിയിട്ടുണ്ട്, എന്താണ് നമ്മൾ പറയുന്നത് എന്ന് അലേർട്ടായിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ATS ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യം ആശാവഹമാണ്, എന്നുള്ള കാര്യം സ്വാഗതാർഹവുമാണ്. നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുമ്പോൾ നമ്മൾ നേരത്തെ കുറേ ദിവസമായി ഇതേ കാര്യം തന്നെ ഡിസ്കസ് ചെയ്തു വരുന്നു. കൊച്ചി വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു. ആ ഒരു ധാരണയ്ക്ക് മേലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് ഔറംഗസേബ് ന്യൂസ് 18 ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അലേർട്ട് സ്ക്വാഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണ്ടകളും റൗഡികളുമായ ആളുകളുടെ ഇപ്പം പുറത്തുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവരുടെ സാഹചര്യം എന്തൊക്കെയാണ്, അവരുടെ നിലവിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു. അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ ഇനിയിപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ATS ആണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ ലിസ്റ്റ് പിടിച്ചിട്ടുള്ളത്. ഇതിൽ തീവ്രവാദ ബന്ധമുണ്ടാകാം, അല്ലെങ്കിൽ ലഹരിക്കടത്തുമായി അനുബന്ധിച്ചുള്ള കേസുകൾ ഉണ്ടാകാം. ഈ കാര്യങ്ങളൊക്കെ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔറംഗസേബ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. പെരുമ്പാവൂർ അനസുമായി ഉള്ള അനസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനാണ്, കൂടുതൽ വിവരങ്ങൾ ചോദിക്കാനാണ് ATS ഇപ്പോൾ വിളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നതാണ് അനസും നമ്മളോട് പറഞ്ഞത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും നമുക്ക് അതീവ ഗൗരവതരമായി ഇത്തരം അതീവ ജാഗ്രതയോടെ ഈ ഒരു സാഹചര്യത്തെ മറ്റ് ഏജൻസികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം സ്വാഗതാർഹമാണ്. വ്യക്തമാണ്. അതോടൊപ്പം ആജ്ഞ, നമുക്കറിയാം പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് കടന്നത് വ്യാജ പാസ്പോർട്ടിലാണെന്ന്. ഒരുപക്ഷെ ഈ ഒരു വിഷയം നേരത്തെ പെരുമ്പാവൂർ അനസിന് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ആ പാസ്പോർട്ട് പിടിച്ചെടുത്തതാണ്. അതിന് പിന്നാലെയാണ് കർണാടകയിൽ നിന്നും വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് പാസ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ പാസ്പോർട്ടിലാണ് നിലവിൽ രാജ്യം വിട്ടിരിക്കുന്നത്. പെരുമ്പാവൂർ അനസിനെ പോലെ ഒരു കൊടും കുറ്റവാളി നാട് വിടാനുള്ള ഈ സാഹചര്യം ഒന്നും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞില്ല, പോലീസ് അറിഞ്ഞില്ല. പോലീസിന്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ള പെരുമ്പാവൂർ അനസ് രാജ്യം വിട്ടത്, ദുബായിലേക്ക് കടന്നത് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ വീഴ്ചയാണ്. ഈ വിഷയത്തിലൊരു അടുത്ത നടപടികളിലേക്ക്, അതായത് ATSനപ്പുറം മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ദേശീയ അന്വേഷണ ഏജൻസികളുടെ അടക്കം ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ് ടോം. പാസ്പോർട്ട് പിടിച്ചു വെച്ച് സറണ്ടർ ചെയ്ത ഒരാളാണ് ഈ പെരുമ്പാവൂർ അനസ്. അതിനുശേഷം അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യമില്ല. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട്, ആ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ട് കർണാടകത്തിൽ നിന്നും ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി, വ്യാജ രേഖകൾ ഉണ്ടാക്കി, ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഉണ്ടാക്കി, വ്യാജ പാസ്പോർട്ട് അവിടെ നിന്നും ഉണ്ടാക്കിയാണ് പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും അനസിനെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് വെച്ച ആൾ, അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു ഗുണ്ടാ തലവൻ, ഈ പറഞ്ഞത് ടോം സൂചിപ്പിച്ചതുപോലെ കൊടും കുറ്റവാളിയായ ഒരാൾ, നിരവധി കേസുകളിലെ പ്രതി, ഈ സ്വർണ്ണ പൊട്ടിക്കലും ലഹരി കടത്തും തുടങ്ങിയ അല്ലെങ്കിൽ കൊട്ടേഷൻ കേസുകൾ, ഇങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ, ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസിലെ കൂട്ടാളി കൂടിയാണ് ഈ പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ഗുണ്ടാ തലവൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പുറത്ത് എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാതെ അദ്ദേഹം വ്യാജ പാസ്പോർട്ടിലേക്ക് പുറത്തു പോയി. ആ രേഖകളൊക്കെ ന്യൂസ് 18 പുറത്തുവിട്ട ശേഷമാണ് ലോകം അറിയുന്നത്, ഈ അന്വേഷണ ഏജൻസികളൊക്കെ അറിയുന്നത്. അതേ തുടർന്നുണ്ടായ ഇമ്പാക്ട് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ മറ്റ് അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെടുകയും നിലവിലുള്ള, അതായത് സറണ്ടർ ചെയ്തിരിക്കുന്ന പാസ്പോർട്ട്, ഇപ്പോൾ പെരുമ്പാവൂർ അനസിന്റെ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒറിജിനൽ പാസ്പോർട്ട് റദ്ദ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്കാണ്, അത് അസാധുവാകാനുള്ള സാഹചര്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ആജ്ഞ, അതോടൊപ്പം
ഈ പെരുമ്പാവൂർ അനസിന്റെ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിനപ്പുറം ഔറംഗസേബ് ഗുണ്ടാ നേതാവ്, അതായത് പെരുമ്പാവൂർ അനസിന് 10 വർഷത്തോളം ഒപ്പം ഉണ്ടായിരുന്ന പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലേറെ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. അനസ് ഉൾപ്പെടുന്ന ഗുണ്ടാ തലവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ളവർ ഒത്താശ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിനും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകൾക്കും അനസിന്റെയും അതോടൊപ്പം കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കന്മാരുടെയും ഗുണ്ടാ തലവന്മാരുടെയും ഒക്കെ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നു. നിലവില് ഈ ഒരു ഔറംഗസേബ് പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയിട്ടാണ് പെരുമ്പാവൂർ അനസ് നാട് വിട്ടതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഔറംഗസേബ് പറയുന്നുണ്ട്. ഏകദേശം 25 കോടിയിലധികം രൂപ പെരുമ്പാവൂർ, ആലുവ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് മാത്രം തട്ടിയെടുത്തെന്ന് പറയുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇതിനപ്പുറമുള്ള ഒരു തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും ഈ ATSന്റെ ആന്റി ടെററിസ്റ്റ് കോഡിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 25 കോടിയോളം രൂപ ട്രേഡിംഗ് നടത്തി, അതിലൂടെ തട്ടിപ്പ് നടത്തി. ആ പണവും കൊണ്ടാണ് അനസ് ദുബായിലേക്ക് മുങ്ങിയതെന്നൊരു വെളിപ്പെടുത്തൽ ഔറംഗസേബ് നടത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ 25 കോടിയുടെ മാത്രം തട്ടിപ്പാണോ നടത്തിയെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. നിരവധി പരാതികൾ ഉണ്ടാകാം, പരാതികൾ വരാനുള്ള സാഹചര്യം ഉണ്ടാകാം. എന്തായാലും ഔറംഗസേബിന്റെ ആ വെളിപ്പെടുത്തൽ കൂടി ഇത്തരം സാഹചര്യങ്ങളുള്ളത്, പ്രത്യേകിച്ചും കൊച്ചിയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സ്വർണം പൊട്ടിക്കൽ പോലത്തെയുള്ള കേസുകൾ, അതുപോലെ തീവ്രവാദ ബന്ധം, അനസിന്റെ തീവ്രവാദ ബന്ധം, ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയായിരിക്കും ATS ഈ കേസിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന നമ്മളിപ്പോൾ സൂചിപ്പിച്ച ട്രേഡിംഗ് തട്ടിപ്പിൽ അത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ അനസിന്റെ സാമ്പത്തിക സോഴ്സ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടിയുള്ള അന്വേഷണം ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി നയിച്ചേക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെററിസ്റ്റ് കോഡ് കൊച്ചിയിൽ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18നോട് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് ആന്റി ടെററിസ്റ്റ് കോഡ് ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഔറംഗസേബ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ ഈ അധോലോകത്തിന്റെ ഉള്ളറകളിലേക്ക് കൂടി ഈ അന്വേഷണ ഏജൻസികൾക്ക് കടക്കേണ്ടി വരും. സിനിമാ ബന്ധങ്ങൾ, മറ്റ് രാഷ്ട്രീയ തലത്തിൽ ഇവർക്കുള്ള പങ്ക്, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. മാത്രമല്ല, ഏറെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു സിനിമാ താരങ്ങളുമായിട്ടുള്ള പെരുമ്പാവൂർ അനസിന്റെ ബന്ധം. നേരത്തെ ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഈ പെരുമ്പാവൂർ അനസിന്റെ ദുബായിലെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പല സിനിമാ താരങ്ങളും പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ നടൻ വിനയ് ഫോർട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അനസിനെ തനിക്ക് അറിയില്ല, പക്ഷെ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഒരു ജാഗ്രത കുറവാണ് എന്ന് തന്നെയാണ് വിനയ് ഫോർട്ട് തുറന്ന് സമ്മതിക്കുന്നത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിച്ച വിഷയമാണ്. മലപ്പുറം കാളികാവ് ഉദരംപൊയിൽ 2 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതാവ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. കുട്ടി മരിച്ചത് അതിക്രൂര മർദ്ദനത്തെ തുടർന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറെ കരളലിയിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനോട് ഒരച്ഛൻ കാണിച്ച ക്രൂരതകൾ, സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക, അങ്ങനെ നിരവധി മുറിവേറ്റ പാടുകളെ കുഞ്ഞിന്റെ ശരീരത്താകമാനം, തലച്ചോറിൽ രക്തം കട്ടപിടിച്ച അവസ്ഥ, തലച്ചോറ് തലയോട്ടി പൊട്ടിയ നിലയിലുള്ള അവസ്ഥ, അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഈ മർദ്ദനം അതെന്തിനാണ് നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പിതാവ് ഫായിസിൽ നിന്നും പോലീസിന്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞിനോടും കാണിക്കാൻ കഴിയാത്തത്ര വലിയ ക്രൂര കൃത്യങ്ങളാണ് ഈ 2 വയസ്സുള്ള കുഞ്ഞിനോട് സ്വന്തം പിതാവായ ഫായിസ് ചെയ്തിരിക്കുന്നത്. അതിക്രൂരം എന്ന് വെച്ചാൽ ദിവസങ്ങളായിട്ട് ആ കുട്ടിയെ പലതരത്തിലായിട്ട് ഉപദ്രവിപ്പിക്കുക, വേദനിപ്പിക്കുക, അത് കണ്ട് ആനന്ദിക്കുന്ന തരത്തിലേക്ക് ഇയാളുടെ മാനസികാവസ്ഥ അത്രയും വൈകൃതമായ ഒരു അവസ്ഥയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ കുട്ടിയുടെ അമ്മ ഇയാൾക്കെതിരെ പല കേസുകൾ കൊടുത്തിട്ടുണ്ട്, ഇയാൾ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ടും അങ്ങനെ പല വിഷയങ്ങളിലും.
ഈ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ കുട്ടിയുടെ അമ്മയും ആ വീട്ടുകാരൊന്നും അതിനോട് യോജിച്ചിരുന്നില്ല. അതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ഇയാൾ കുട്ടിയോട് തീർത്തത്, ഇത്തരത്തിൽ ഉപദ്രവിച്ച് തീർത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിലൊക്കെ നമുക്ക് വ്യക്തമാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അത് ആ കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മുൻനിർത്തി പോലീസും മറ്റുള്ളവരും പറയാത്തതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ അതൊന്നും വ്യക്തമായിട്ട് ചില ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട തർക്കം, അതായത് തനിക്കെതിരെ കൊടുത്ത പരാതിയും മറ്റു കേസുകളും പിൻവലിക്കണമെന്ന് ഫായിസ് നിരന്തരം ഈ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇവരത് അനുസരിക്കാതിരുന്നതാണ് ഈ പ്രകോപനങ്ങൾക്കെല്ലാം കാരണം. അതേ തുടർന്നാണ് ഈ കുട്ടിയോട് ഇയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് ഈ കുട്ടിയെ ഇയാൾ ഇത്തരത്തിൽ ക്രൂരമായി, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയാത്തത്ര ക്രൂരമായിട്ട് 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇത്തരത്തിൽ ഇയാൾ ഉപദ്രവിച്ചത്. ഈ കുട്ടിയുടെ തല ഇയാൾ ചുമരിൽ പിടിച്ചിടിക്കുമായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുൻപ് 2 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്ന തരത്തിൽ മറ്റൊരു കട്ട പിടിച്ച തരത്തിൽ തലച്ചോറിലൊരു മുറിവുണ്ട്. അത് മുമ്പിടിച്ചതായിരിക്കാം. അതുപോലെ ശരീരത്തിൽ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ മുറിവുകൾ ഒരുപാടുണ്ട്. ഇത് പലപ്പോഴായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരതയുടെ അടയാളങ്ങളായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടാനുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് സ്വീകരിക്കുന്നത്. കൊലക്കുറ്റം ചുമത്തി കഴിഞ്ഞു. അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 75 പ്രകാരമുള്ള ശിക്ഷയും ഇയാൾക്ക് ലഭിക്കാനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇന്നിപ്പോൾ അയാളെ കോടതിയിൽ ഹാജരാക്കി ഉച്ചയ്ക്ക് ശേഷം മറ്റ് വൈദ്യപരിശോധനയും മറ്റു പരിശോധനകളൊക്കെ രാവിലെ ഇതിനോടകം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റ് ആയി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയാൽ സാധാരണഗതിയിൽ കോടതി റിമാൻഡ് ചെയ്യും. അതിനുശേഷമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് തെളിവെടുപ്പും മറ്റും നടത്തുക. അതെന്നായിരിക്കുമെന്ന് അറിയുകയില്ല. എന്തുതന്നെയാണെങ്കിലും ഈ ഒരു നരാധമന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. പോലീസിൻ്റെ നടപടികളും ഇതിനെല്ലാം സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം വേണ്ട തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ടോം. അനുമോദ്, നമ്മൾ ഇന്നലെ ഈ വിഷയം വിശദമായി പരിശോധിച്ചതാണ് സ്പോട്ട് ലൈവിൽ തന്നെ. ഈ ഒരു പിതാവിൻ്റെ, ഫായിസിൻ്റെ, അല്ലെങ്കിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ അനുമോദിൻ്റെ പരാമർശം പോലെ നരാധമൻ്റെ ഈ രീതിയിലുള്ള പ്രാകൃതമായിട്ടുള്ള നടപടിയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, അതല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ലഹരിക്ക് അടിമയാണോ, അതല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള വ്യക്തിയാണോ? സാധാരണ ഒരു സുബോധമുള്ള വ്യക്തിക്ക് ഇങ്ങനെ സ്വന്തം കുഞ്ഞിനോട്, സ്വന്തം കുഞ്ഞല്ല മറ്റ് ഏതൊരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കേരളം ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ പശ്ചാത്തലം സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതങ്ങൾ എന്തെങ്കിലും ഉള്ള വ്യക്തിയാണോ ഈ ഫായിസ്? പോലീസ് വളരെ വിശദമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇയാൾക്കെതിരെ ഈ ഒരു ഗാർഹിക പീഡനത്തെ സംബന്ധിച്ച് അത്തരത്തിൽ ഇയാളുടെ ഭാര്യ കൊടുത്തൊരു പരാതി അല്ലാതെ മറ്റ് ക്രിമിനൽ കേസുകളൊന്നും തന്നെ നിലവിലില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. പക്ഷേ ഇയാളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇയാൾ ലഹരിക്ക് അടിമയായിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപാനവും അതുപോലെ മറ്റ് ലഹരി വസ്തുക്കളും ഇയാൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലാണ് പ്രാദേശികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ ലഹരിയിലായിരിക്കാം ഇയാൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്. സ്വഭാവത്തിൽ ഒരു കുഞ്ഞിന്, 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് എല്ലാവരും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശവാസികൾ ഈ വീടിന് ചുറ്റും അടച്ച് മൂടി കെട്ടിയ സ്ഥലത്തിലാണ് ആ വീടിൻ്റെ ഒരു ഘടനയൊക്കെ ഉള്ളത്. അത് പുറത്ത് ഉള്ളവർക്ക് അകത്തെന്ത് നടക്കണമെന്ന് അറിയാൻ മുഴുവൻ കഴിയണമെന്നില്ല. അപ്പോൾ പലപ്പോഴും കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവരൊക്കെ ഇടപെടുമ്പോഴും ഞങ്ങളുടെ കുഞ്ഞാണ് അതെന്ന തരത്തിൽ അവരെയൊക്കെ നിരാകരിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലാണ് ഇവരുടെ ഒരു സമീപനമുണ്ട്. പക്ഷെ നമുക്കിവിടെ വിമർശനാത്മകമായിട്ട് പറയേണ്ട ഒരു കാര്യം, സാഹചര്യങ്ങൾ എന്തെല്ലാം ആയിക്കോട്ടെ, സ്വന്തം കുഞ്ഞിനെ ദിവസങ്ങളായിട്ട് ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കൊക്കെ ചോദ്യമായിട്ട് ഉയരുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയാൽ അവിടെ പിന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന ചോദ്യം. അതെന്തുകൊണ്ട് അവർ നിന്നു? അത് ഇവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയതാണോ, അതോ ഇവരുടെ കുടുംബത്തിന് പിന്തുണ ഇല്ലാത്തതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നമുക്കതൊക്കെ മുഴുവൻ ചർച്ച ചെയ്ത് കണ്ടെത്താനോ അന്വേഷിച്ച് കണ്ടെത്താനോ കഴിയില്ല. പലരും സ്വകാര്യതയാണ്, തീർച്ചയായും. കാരണം ഒരു അമ്മ, ആ കുഞ്ഞിന്റെ അമ്മ ഇതൊന്നും ഇത്രയും നാളും പരാതിപ്പെടാത്ത കാര്യത്തിൽ ഉൾപ്പെടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അനുമോദ്, ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നു. ഇത് ആ കുഞ്ഞിനെ അടക്കം ഈ ഫായിസ് ഉപദ്രവിക്കുമായിരുന്നോ? കാരണം ഭാര്യ ഉപദ്രവിക്കുമെന്ന് പറയുന്നുണ്ട്, ഈ 2 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനോട് ഉപദ്രവിക്കുമെന്ന് പറയുന്നു. ഈ പിഞ്ചു കുഞ്ഞിനെ, ഇവരുടെ രണ്ടാമത്തെ ഇളയ കുട്ടിയെയും ഇയാൾ ഈ സമാനമായ രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നോ?
3 മാസം മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നേരെ കാര്യമായ ഉപദ്രവം ഉണ്ടായതായിട്ട് നമുക്ക് കേൾക്കുന്നില്ല. പക്ഷേ നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടില്ല. അവരെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ കുടുംബ വീട്ടിലാണ്. മാധ്യമങ്ങൾക്കൊന്നും അവിടെ ചെന്ന് ഇത് കാണാനോ ചോദിക്കാനോ കഴിയുന്നൊരു സാഹചര്യം വന്നില്ല. പക്ഷേ അത്തരത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ ഇവർ അത്ര വലിയ ക്രൂരത ഇതുവരെ കാണിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്കത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഇത് ആധികാരികമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ കുട്ടിയെ കാണുകയോ രക്ഷിതാക്കളെ കാണുകയോ സംസാരിക്കുകയോ അങ്ങനെ യാതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് പ്രാദേശികമായിട്ടും ഈ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മൂത്ത കുട്ടിയോടായിരുന്നു ഇയാളുടെ വൈരാഗ്യവും വെറുപ്പും മുഴുവൻ ഇയാൾ കാണിച്ചിരുന്നത് എന്നാണ് അറിയുന്നത്. രണ്ടാമത്തെ കുട്ടി 3 മാസം മാത്രം പ്രായമായതുകൊണ്ട് ഒരുപക്ഷെ ആ കുട്ടിയെ ഇയാളുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊന്നും വാങ്ങേണ്ടി വരാത്തത്. എന്താണെങ്കിലും മറ്റൊരു സ്ഥലത്തും ആവർത്തിക്കരുത്, മറ്റൊരിടത്തും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുത് എന്ന് നമ്മൾ ഓരോ തവണയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാര്യമാണ് കാളികാവിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തും വിശദമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നമുക്ക് പ്രേക്ഷകരോടൊക്കെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുടുംബവും കുട്ടിക്ക് നേരെ കൈയോങ്ങിയാൽ ആ വീട്ടിൽ നിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത്. കാരണം കുഞ്ഞിനേക്കാൾ വലുതല്ലല്ലോ മറ്റ് അഭിമാനങ്ങളും മറ്റു കാര്യങ്ങളൊന്നും. അത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളത് പങ്കുവെക്കുന്നൊരു വികാരമായിട്ട് മാത്രം കണ്ടാൽ മതിട്ടോ. വ്യക്തമാണ്. CB അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറെ ഹൃദയം തുറങ്ങുന്ന വാർത്തയായിരുന്നു ദിവസം ഇന്നലെ മലപ്പുറം കാളികാവിൽ നിന്നും വന്നത്. 2 വയസ്സുകാരിയായ കുഞ്ഞിനെ സ്വന്തം പിതാവാണ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഹോളി ആഘോഷത്തിനിടെ കേരളത്തിലെ സംസ്ഥാനത്തെ പല സ്കൂളുകളിലും കോളേജുകളിലും വലിയ സംഘർഷങ്ങൾ ഇന്നലെ അരങ്ങേറി. കാസർഗോഡ് അമ്പലത്തുകരയിൽ +2 വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനമേറ്റത് ഹോളി ആഘോഷത്തിനിടെയാണ്. ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് മടിക്കൈ സ്കൂളിലെ വിദ്യാർത്ഥി ചെമ്മട്ടംവയൽ സ്വദേശി നിവേദന മർദ്ദനമേറ്റത്. 4 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, തിരുവനന്തപുരത്ത് ഈ ഹോളി ആഘോഷത്തിനിടെയാണ് പരസ്പരം വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതെങ്കിൽ കാസർഗോഡ് വ്യത്യസ്തമായ സാഹചര്യമാണ്. ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം. ഇത് സീനിയർ വിദ്യാർത്ഥികളാണോ ഈ നിവേദിനെ മർദ്ദിച്ചത്? ടോമെ, ഈ കാഞ്ഞങ്ങാടിനടുത്ത് അമ്പലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് 4 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിൽ ഒരു വിദ്യാർത്ഥി ഈ കുട്ടിയുടെ നിവേദ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ മുഖത്ത് പലതവണ ഇടിക്കുകയുണ്ടായി. ഈ ഇടിയുടെ ആഘാതത്തിലാണ് താടിയേല് പൊട്ടിയത്. കുട്ടി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ടോമെ, ഈ 4 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും നിസ്സാരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് എന്നൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു റാഗിങ്ങിന് സമാനമായ ഒരു സംഭവം കൂടിയാണ്. എന്നാൽ റാഗിങ്ങിന് ഈ കേസിൽ ഇതിൽ കേസെടുത്തിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനമാണ്. ഇതിൽ പോലീസ് പറയുന്നത് ഇപ്പോൾ കുട്ടിയുടെ മെഡിക്കൽ മറ്റും പരിശോധന വിധേയമാക്കി കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നാണ്. അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെ പരാതി ലഭിച്ചാൽ മാത്രമേ റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാൻ പറ്റും. ഇത് സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തു നിന്നാണ് ഈ സംഭവം നടന്നതെന്നാണ്. ഈ ബസ് സ്റ്റോപ്പിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്ന നിവേദിതനെ ഈ 4 അംഗ സംഘം തൊട്ടടുത്ത് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ആക്രമിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാർത്ഥി, അതായത് ഈ വിദ്യാർത്ഥി നേരത്തെയും ഈ അധ്യാപകർക്കെതിരെ മോശമായി പെരുമാറുകയും അതുപോലെ തന്നെ സഹപാഠികളെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി നേരത്തെ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടി നേരിട്ട ഒരു വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് പല രക്ഷിതാക്കളും ആവശ്യപ്പെട്ടെങ്കിലും സ്കൂളിന്റെ ഭാഗത്തുനിന്നും അത്തരം നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും സ്കൂൾ അധികൃതർ ഇതുവരെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കുട്ടി ഈ നിവേദ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരിക്കുകയാണ്. ഈ കുട്ടിയുടെ പിതാവ് ഒരു ഡ്രൈവറാണ്. ഇദ്ദേഹത്തിനും നേരത്തെ ഒരു അപകടത്തിൽ ഭാര്യയിൽ പൊട്ടി അസുഖത്തിലാണ്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് നിസ്സാര വകുപ്പ് മാത്രമേ ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ളൂ. അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ്. 4 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.
അതെന്തുകൊണ്ടാണ് ബൈജു പോലീസ് നിസ്സാര വകുപ്പ് മാത്രം ചുമത്തി കേസെടുത്തിരിക്കുന്നത്? ഇത്രയും ക്രൂരമായ മർദ്ദനം ആ നിവേദന +2 വിദ്യാർത്ഥികൾ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം, ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ഏതെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ ഈ സംഭവത്തില്? തീർച്ചയായും ഈ കാര്യത്തിൽ ഹോസ്ദുർഗ് പോലീസുമായി സംസാരിക്കുകയുണ്ടായി. അവർ പറയുന്നത് ഈ തുടക്കത്തിൽ പ്രാഥമികമായി മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നാണ്. അതേസമയം ഈ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇവർ ഇപ്പോൾ ഈ ശസ്ത്രക്രിയ നടക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ ശസ്ത്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതായത് നിരവധി തവണ മുഖത്ത് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ആണ് ഈ ഭാര്യയിൽ ഈ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇപ്പോൾ നിലവിൽ ഇതിൽ കേസിൽ ഒരു അലംഭാവം നമുക്ക് തീർച്ചയായും ഇതിൽ കാണാൻ പറ്റും. എന്തായാലും കൂടുതൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണമെന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും പോലീസ് ആ നടപടിയിലേക്ക് കടക്കുമോ എന്നറിയണം. ഏതായാലും നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് ഇപ്പോൾ ഹോസ്ദുർഗ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ബൈജു, നമുക്കറിയാം സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിക്ക് പൂക്കോട് സർവകലാശാലയിൽ മർദ്ദനമേറ്റൊരു സാഹചര്യം ഈ സമീപകാലത്താണ് ഉണ്ടായത്. ആ വിഷയത്തിലൊക്കെ നമ്മുടെ നാട്ടില് ഈ റാഗിംഗ് നിരോധന നിയമമൊക്കെ ശക്തമായിട്ടുള്ള നാട്ടിലാണ് ഈ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നത്. ക്യാമ്പസുകളിലും സ്കൂളുകളിലൊക്കെ കൊലപാതകം വരെ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി അനിവാര്യമല്ലേ? കാരണം ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സ്കൂൾ അധികൃതരുടെ പ്രതികരണമോ അല്ലെങ്കിൽ നടപടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളോ ലഭ്യമായിട്ടുണ്ടോ? സ്കൂൾ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ നിസ്സാരപ്പെട്ട വാക്കുതർക്കങ്ങളാണ് പിന്നീട് വലിയ കൊലപാതകങ്ങളെ ഉൾപ്പെടെ ക്യാമ്പസുകളിൽ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു കുട്ടി നേരത്തെ അധ്യാപകർക്കെതിരെ പോലും വളരെ മോശമായി പെരുമാറുകയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെ ആക്രമിക്കുകയൊക്കെ ചെയ്ത ഇത്തരത്തിൽ ക്രിമിനൽ വാസനയുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ ഈ കൂടുതലായും ഈ നിവേദനം മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുട്ടിയെ നേരത്തെ പരാതിയെ തുടർന്ന് ഒരാഴ്ച സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് ഈ കുട്ടിയെ തിരിച്ചെടുക്കുകയും എന്നാൽ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് ഒരു വിഭാഗം രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് അത്തരം നടപടി ഉണ്ടായില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ശക്തമായ നടപടി ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്കെതിരെ ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യമായിരുന്നത്. അത് തന്നെയാണ് വലിയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്കും പോകുന്നത്. എന്തായാലും ഇത്തരം പരാതി ഇതിൽ ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പുറത്തു അറിയുന്നത് തന്നെ. 23-നാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിക്ക് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റതുകൊണ്ടാണ് ഈ വാർത്ത പോലും പുറത്തറിയുന്നത്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പുറത്തറിയാതെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ക്യാമ്പസിന് പുറത്ത് നടക്കുന്ന സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കോളേജ് അധികൃതർക്കോ ആകില്ല എന്നൊരു നിലപാട് പല സ്കൂൾ അധികൃതരെടുക്കുന്നു. ഈ കേസിലും ഇപ്പോൾ അതേ സാഹചര്യം തന്നെയാണ്. സ്കൂൾ കോമ്പൗണ്ട് പുറത്തായതുകൊണ്ട് പരാതി നൽകാൻ ഇതുവരെ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ റാഗിങ്ങിന് ഉൾപ്പെടെയുള്ള കേസുകൾ അത്തരത്തിൽ വലിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തേണ്ട ഒരു ഇതിൽ വളരെ നിസ്സാര വകുപ്പ് ചുമത്തുന്ന ഒരു സാഹചര്യമാണ് പ്രാഥമികമായി നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വകുപ്പുകൾ പോലീസ് കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് രക്ഷിതാക്കളും പറഞ്ഞത്. അത്തരത്തിലുള്ള നടപടി ഇല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ, അതായത് SP ഉൾപ്പെടെ കാണാൻ ഈ കുടുംബം തയ്യാറാവുന്നുണ്ട്. എന്നാലും നിലവിൽ ഇവർ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇവർ ഈ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ അവിടെയാണ് ഉള്ളത്. അവരുടെ കൂടുതൽ പ്രതികരണം വന്നില്ല. അവരുടെ ടെലിഫോണുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ സംഭവം അവർ വ്യക്തമാക്കിയത്. എന്നാലും ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PTA കമ്മിറ്റി ഇന്ന് അടിയന്തരമായി PTA കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ ശക്തമായ നടപടിയാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ. കാരണം ഇത്തരം കുറ്റവാളികൾക്കെതിരെ വേണ്ടത്. പക്ഷേ ബൈജു പറഞ്ഞതുപോലെ സ്കൂൾ അധികൃതരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നിന്നും കൈകഴുകാൻ കഴിയില്ല. കാരണം ഈ കുറ്റവാളികൾ അതല്ലെങ്കിൽ സ്കൂളിന് പുറത്താണ് ഈ സംഭവം നടന്നതെങ്കിലും ഈ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം ഈ വിദ്യാർത്ഥിയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പോലീസ് ഒരു ശക്തമായ നടപടി സ്വീകരിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കുടുംബം പരാതിയുമായി മറ്റ് പോലീസ് ഉന്നതരെയോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റോ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ?
തീർച്ചയായും അവരുടെ രക്ഷിതാക്കൾ അങ്ങനെ തന്നെയാണ് നമ്മോട് പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഒപ്പം PTA കമ്മിറ്റിയും ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ പോലീസ് തുടക്കത്തിൽ അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ അലംഭാവം തന്നെയാണ് ആ തുടക്കത്തിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും വാർത്തകളാകുമ്പോഴും അല്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ മാത്രമാണ് പോലീസ് തുടർന്ന് പ്രവർത്തിക്കുകയും പിന്നീട് വലിയ വകുപ്പുകൾ ചുമത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഈ കേസിലും സമാനമായ സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അറിയാം, ഈ വിദ്യാർത്ഥിക്ക് പരിചയം പോലുമില്ല, ഇവർ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഈ സംഘത്തെ പരിചയം പോലുമില്ല. അത്തരത്തിലാണ് ഒരു വിദ്യാർത്ഥിയെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ബസ് ഷെൽട്ടറിനെടുക്കുന്ന കൂട്ടിക്കൊണ്ടുപോയി എന്തുകൊണ്ട് ഹോളിയിൽ പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഈ കുട്ടിയെ മർദ്ദിക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത്തരം സംഭവം നടന്നാൽ ശക്തമായ നടപടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം സംഭവങ്ങളിനെ ആവർത്തിക്കാതിരിക്കാൻ ഇരിക്കൂ എന്നുള്ളതാണ്. ഏതായാലും PTA കമ്മിറ്റി ശക്തമായ രംഗത്തുണ്ട്, കുടുംബം ഏതായാലും ശക്തമായ രംഗത്തുണ്ട്. ഈ ഇപ്പോൾ കുട്ടിയുടെ നില ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ രക്ഷിതാക്കൾ ഇപ്പോൾ നേരിട്ട് നമ്മോട് ഇത് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അവർ അല്പസമയം മുമ്പാണ് കണ്ണൂരിലേക്ക് പുറപ്പെട്ടിരുന്നത്. അവരോട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാലും ഈ കാര്യത്തിൽ ഇവർ പരാതിയുമായി മുന്നോട്ട് പോകും. ശക്തമായ നടപടി ഈ ആക്രമിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി ഇവർക്കെതിരെ തക്കതായ കുറ്റം ചുമത്തി ഇവർക്കെതിരെ തക്കതായ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് PTA കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി ഉണ്ടാകണം. ഒപ്പം ഈ സ്കൂൾ അധികൃതർ എടുക്കുന്ന ഭാഗത്തു നിന്നും ഇത്തരം വിദ്യാർത്ഥികൾക്കെതിരെ വ്യക്തമാണ്. സ്കൂളിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം റാഗിംഗ് നടപടിക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. റാഗിങ്ങിന്റെ മറ്റൊരു ഇരയാണ് കാസർകോട്ടെ ആ വിദ്യാർത്ഥി. ഇതോടൊപ്പം നമുക്കറിയാം, ഇന്നും ആ വേദനയോടെ കഴിയുകയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഈ റാഗിങ്ങിന്റെ ഇരയായി കൊല ചെയ്യപ്പെട്ടത്. അതല്ലെങ്കിൽ ഒരു ദുരൂഹ മരണം സംഭവിച്ചത്. ആ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണ ശുപാർശ കൈമാറുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച എന്ന ആരോപണം ഉയർന്നു വരുന്നു. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറിയില്ല. നടപടി വിവാദമായതോടെ തിരക്കിട്ട് കൈമാറാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം വഴിമുട്ടിയതായി ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രി ഇനി കാണാൻ ആലോചനയില്ല. കേസ് CBI ഏറ്റെടുത്തിട്ടില്ലെന്നും വിജ്ഞാപനം ഇറക്കിയതുകൊണ്ട് മാത്രമായില്ലെന്നും ജയപ്രകാശ് പറയുന്നു. തീരുമാനമായി തന്നെ ഇരിക്കുന്നു. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് CBI അന്വേഷിക്കപ്പെടുന്നു. അത് മാത്രമല്ല, CBI അന്വേഷണം കൊണ്ട് മാത്രമല്ല ഇതിന്റെ ഉറപ്പ്. ഇതിൽ ആന്റി റാഗിംഗ് സ്ക്വാഡുകാർ കൊടുത്തിട്ടുള്ള ഒരു ലാസ്റ്റിലത്തെ റിപ്പോർട്ടുണ്ട്. അതിൽ കുറച്ച് പെൺകുട്ടികളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും പിടിച്ചിട്ടില്ല. വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ്. ഈ പെൺകുട്ടികൾ 3 പെൺകുട്ടികളുണ്ട്. എന്തിനെ ഇവരെങ്ങനെ മാറ്റി നിർത്തുന്നു? അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. ഡീനിനെ ചെയ്തേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്യണം. അല്ല വെറും ഒരു CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തിവെച്ചിട്ടില്ലല്ലോ. ഒഫീഷ്യലായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊന്നും മിണ്ടില്ല. ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ് എന്ന് പറഞ്ഞ കൂടെ നിന്ന് ചതിച്ചവരെ പിന്നെ ഈ ഡീനിനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് ഞാൻ ആ പ്രപ്പോസലോട്ട് തന്നെ പോകും. അത് ഞാനിപ്പോ പറയുന്നതല്ല, ഞാൻ ഒരു 2 ആഴ്ച മുമ്പേ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞത് അല്ല, എന്നെ ആരും പ്രേരിപ്പിക്കുന്നതല്ല, ഒന്നുമില്ല. ഞാനത് ചെയ്യും. നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും, ഒരു കുഴപ്പമില്ല. ഇല്ല, ഞാൻ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യം ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നത്. അത് എനിക്ക് ഇതിന്റെ അന്വേഷണം വൈകുന്നുള്ള ഒരു വ്യാകുലത ഉണ്ടായിരുന്നു. ഞാൻ അത് അദ്ദേഹത്തിനോട് പറയാൻ, അദ്ദേഹത്തിനോട് സഹായം ചോദിക്കാൻ, അല്ലെങ്കിൽ ഡൽഹിയിലോട്ടൊന്നും പ്രഷർ ചെയ്യുക എന്നുള്ള രീതിയിൽ കാണിച്ചോളൂ. അല്ല, യാതൊരു സമരമാർഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യയില്ല. ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്. ഇല്ല, ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല. ആരെങ്കിലും മുഖ്യമന്ത്രി തന്ന ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇപ്പൊ ഇതുവരെയ്ക്കും ഒരു ഉണ്ടായിട്ടില്ല. എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം, ഒരിക്കലും പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു ആലോചനയില്ല അങ്ങോട്ട് പോകുന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നമുക്കറിയാം ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ ആരോപണ വിധേയരായ അതല്ലെങ്കിൽ പ്രതികളായ SFI പ്രവർത്തകരെ അടക്കം സംരക്ഷിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതിന് പിന്നാലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കിയതിനപ്പുറം ഒരു നടപടിയിലേക്കും സർക്കാർ കടന്നിട്ടില്ല.
എന്തായിരിക്കും ഈ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്ന സാഹചര്യത്തിൽ ഇതുമായി സർക്കാരിന്റെ ഭാഗത്ത് വലിയ ഗുരുതര വീഴ്ച ഉണ്ടെന്ന കൃത്യമായ വിവരങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്തായിരിക്കും ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്താണ്? ഒരു പ്രതിഷേധ നടപടികളുമായി അല്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് നീങ്ങുമോ, അതോ സർക്കാരിന് മേൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ ഒരു സമ്മർദ്ദമായി സ്വാഭാവികമായി അടുത്തൊരു നടപടിയിലേക്ക് CBI അന്വേഷണത്തിന്റെ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ? ഡാൻ, ടോം, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സംസ്ഥാന പോലീസിലെ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി CBI സംഘത്തിന് കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കും. അതായത് ഈ പെർഫോമർ റിപ്പോർട്ട് കൈമാറാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിയാതിരുന്നതാണ് വലിയ തരത്തിലുള്ള മായി രാവിലെ മുതൽ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഈ ഒരു ആരോപണം മുമ്പോട്ട് വെച്ചതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ CBIക്ക് ഈ അന്വേഷണം കൈമാറിയ തീയതി ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള രേഖകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അങ്ങനെ വിജ്ഞാപനം ഇറക്കിയത് കൊണ്ട് മാത്രമായില്ല, അന്വേഷണം CBI ഏറ്റെടുക്കണമെങ്കിൽ അതിന് സംസ്ഥാനത്ത് നിന്നൊരു പെർഫോമർ റിപ്പോർട്ട് കൂടി കൈമാറേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് കൈമാറുന്നതിൽ സംസ്ഥാനത്തിന് ആഭ്യന്തര വകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അത് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഇനിയും അന്വേഷണം CBIക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് സമരം ആരംഭിക്കുമെന്ന് ജയപ്രകാശ് തന്നെ വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടിയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലമാണ്. വലിയ തരത്തിൽ സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണം ഇടത് കേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ തന്നെ സർക്കാരിനെതിരായി വലിയ തരത്തിലൊരു പ്രചാരണ വിഷയമാക്കി പ്രതിപക്ഷ കക്ഷികളാക്കി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഇന്നലെ വിചിത്രമായ ഒരു നടപടി. ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരികെ എടുക്കാനുള്ള ഒരു തീരുമാനം VCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആ നടപടി മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഗവർണർ നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ PC ശശീന്ദ്രൻ, VC ആയിരുന്ന PC ശശീന്ദ്രൻ രാജിവെക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ CBI അന്വേഷണത്തിന് വിജ്ഞാപനം മാത്രമാണ് കൈമാറിയത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. എന്തായാലും ഇനി മുഖ്യമന്ത്രിയെ കാണാനില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് രാവിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ട് അദ്ദേഹത്തോട് ഈ വിഷമങ്ങൾ പങ്കുവച്ചതിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതായത് മുഖ്യമന്ത്രിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണോ, ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണോ ഈ പിതാവ് ജയപ്രകാശിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഡാൻ, മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായി അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് താൻ ചതിക്കപ്പെട്ടു, തന്റെ വായ മൂടി കെട്ടുകയായിരുന്നു, അതിനുവേണ്ടിയുള്ള നീക്കമാണ് നടത്തിയത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിന് മുമ്പിൽ നടക്കുന്നതിനിടയിലാണ് വളരെ നാടകീയമായി ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് വരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ യുവജന സംഘടനകൾ മുഴുവൻ സമരം അവസാനിപ്പിക്കുന്നു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എല്ലാ മുന്നണികളും ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഈ അന്വേഷണത്തിൽ CBIക്ക് ഇത് കൈമാറണം എന്ന വിജ്ഞാപനം ഇറക്കിയതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിവരങ്ങൾ സിദ്ധാർത്ഥന്റെ പിതാവിന് ലഭിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വീണ്ടും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും വലിയ തരത്തിൽ ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ഈ വാക്കുകൾ മാറി, വിമർശനം മാറി. അതിന് പിന്നാലെയാണ് ഡൽഹിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം പ്രധാനമായി ഇന്നലെ അടക്കം നമ്മളോട് പങ്കുവെക്കുന്ന ഒരു ആശങ്ക, ഈ CBI അന്വേഷണം ഏറ്റെടുക്കാൻ വൈകുന്നിടത്തോളം കാലം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബോധപൂർവമായിട്ട് അത്തരം ഒരു വീഴ്ച വരുത്തുന്നതാണ്. കാരണം CBI അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ആരോപണ വിധേയർക്ക് സുഖമായി രക്ഷപ്പെടാൻ കഴിയും. അതിനുവേണ്ടി ബോധപൂർവമായി സർക്കാരിന്റെ അറിവോടെ ചില ഉന്നത നേതാക്കളുടെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഏറ്റവും ഡാൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡാൻ. കാരണം ഇപ്പോൾ ഈ CBI അന്വേഷണം ഏറ്റെടുക്കാൻ വൈകി, അതിനിടെ പോലീസ് പരമാവധി തെളിവുകൾ ശേഖരിച്ചു എന്ന് പറയുന്നു. അവസാന സമയം പോലെ CBI അന്വേഷണത്തിന് വിജ്ഞാപനം പുറത്തിറക്കിയതിന് ശേഷവും പോലീസ് ഈ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നു, പരമാവധി തെളിവ് ശേഖരണം നടത്തുന്നു. അതൊക്കെ പോലീസിന്റെ ആ നടപടികളെ, ഈ തിരക്കിട്ട നടപടികളൊക്കെ ഒരു സംശയത്തോടെ കാണേണ്ടതില്ലേ? കാരണം CBI അന്വേഷണം വരുന്നതിന് മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടി പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെ അട്ടിമറി സാധ്യതയെക്കുറിച്ച് ഏതെങ്കിലും ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ?
അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് തന്നെയാണ് ആവർത്തിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി മുഖ്യമന്ത്രിയുമായോ സർക്കാരുമായോ നേരിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ അതേ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കോടതി തന്നെ നേരിട്ട് ഈ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന അത്തരമൊരു നടപടികളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന നടപടിയായി മാറും. അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടുക എന്നൊരു നിർണായകമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ബോധപൂർവമായ വീഴ്ച സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായ വിമർശനം ഉയർന്നതും ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് CBI അന്വേഷണം വൈകുന്ന പശ്ചാത്തലമുണ്ടായാൽ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരം ആരംഭിക്കുമെന്ന ഒരു വെല്ലുവിളി തന്നെ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ തരത്തിൽ രാഷ്ട്രീയമായ തിരിച്ചടിയായി സർക്കാരിന് മാറും എന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് തന്നെ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഡൽഹിയിലേക്ക് CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CBIക്ക് ഉടൻ തന്നെ കൈമാറുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്ന ഇനി ലേഡീസ് ബാൻഡാണ്. അശ്വതി പിള്ളയ്ക്കൊപ്പം പാട്ടുകാരി ക്രിസ്റ്റകല ചേരും. നമസ്കാരം.